ഇത് 11 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. 2016 മാനുവൽ കേട്ടോ. അത് നമ്പറായ വണ്ടിയാണ്. ഇത് മാക്സിമം ചെയ്യാൻ പറ്റിയ ഫൈനൽ റേറ്റ് അല്ല. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കും. അത് വണ്ടി എടുക്കുന്നത് മുതലുണ്ടാവും. ഫ്രണ്ട്സ്, അപ്പൊ ടൊയോട്ടന്റെ വാഹനങ്ങൾ നോക്കുന്നവർ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. ക്രിസ്റ്റകളൊക്കെ ഒത്തിരി നല്ല കളക്ഷൻസ്, അത് പേൾ വൈറ്റ് ആവട്ടെ ഏത് കളേഴ്സ് ആണെങ്കിലും നല്ല ഗംഭീര കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ക്രിസ്റ്റ നോക്കുന്നവർ തവണ നമുക്ക് വേറെ എവിടെയും പോകണ്ട. നല്ലൊരു ഓഫർ റേറ്റിന് പൊട്ടിച്ചിട്ട് ഒരു കിടിൽ ഐറ്റാണ് നമ്മൾ തരാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ടൈപ്പ് 3 അത് നമ്പർ കാര്യങ്ങളൊക്കെ ഒരു ഏറ്റവും ഫസ്റ്റ് ജനറേഷനിൽ ആവണം, അത് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടി അല്ല. ഇത് 11 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. 2016 മാനുവൽ കേട്ടോ. അത് നമ്പറായ വണ്ടിയാണ്. അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഇന്നോവന്റെ പ്രൈസിനാണ് ക്രിസ്റ്റ നമ്പർ ആക്കിയിട്ട് തരാൻ പോകുന്നത്. അപ്പൊ നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങള് ലൊക്കേഷന് എപ്പോഴും പറഞ്ഞമാർക്ക് കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിൽ വെള്ളോമ്പുറത്ത് എന്നുള്ള സ്ഥലത്താണ് നമ്മളെ ലൊക്കേഷൻ കിടക്കുന്നത്. വെള്ളോമ്പുറം അങ്ങാടി ജസ്റ്റ് ഒരു 10-30 മീറ്റർ മലപ്പുറം റൂട്ടിലാണ് നമ്മളെ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ പറയാം. മോഡൽ കൂടുതൽ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് എന്നാണ് തുടങ്ങാം അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 മോഡലാട്ടോ. 2019 മോഡൽ. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സും G4+ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ടോപ്പിന്റെ അലോയ്സ്, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ, LCD സ്ക്രീന് എല്ലാം വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ഫിറ്റിംഗ്സും ഉള്ള ഒരു വാഹനം അല്ല. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 160 ഓടിയിട്ടുണ്ട്. 160 ഓടിയിട്ടുള്ളൂ. നമ്മൾ എത്ര രൂപ ചെയ്യാൻ പറ്റും? നമ്പറാക്കി വരുമ്പോ സെക്കൻഡ് ഓണർ ആവും. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 14 രൂപ കേട്ടോ. 14 രൂപ നമ്പറൊക്കെ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് വരുന്നില്ല. അടുത്ത നമുക്കൊരു കേൾട്ടൻ BM ടൈപ്പ് 3 ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയില്ല. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2017 മോഡലാട്ടോ. 2017 മോഡൽ വണ്ടിയാണ്. 4 ഫുൾ കട്ട് ടയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേൾഡ് വൈറ്റ് ആണ് വരുന്നത്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുകിണ്ണൻ ഇന്റീരിയർ ആണ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, LCD സ്ക്രീന്, അങ്ങനെ A to Z കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് നിലവിൽ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യിക്കാനില്ല അല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? ഇത് 13.4 കേട്ടോ. 13.4 നമ്പറൊക്കെ ആയ വണ്ടിയാണ്. ഏകദേശം ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്തതാണ് നമ്മുടെ ഓഫർ വണ്ടി എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രൈസ് ആണ് 11 ലക്ഷം പറഞ്ഞ 16 മോഡൽ വണ്ടി. മാനുവൽ ആണ് വണ്ടി അല്ല. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 മോഡലാണ്. ഞാൻ പറഞ്ഞില്ല 165 ഓടിയിട്ടുണ്ട്. ഇപ്പൊ നമ്പർ ആയതിനു ശേഷം സെക്കൻഡ് ഓണർ ആണ്. ഒന്നുമില്ല. 11 ലക്ഷം രൂപ ലാസ്റ്റ് കൊടുക്കാം. 11 ലക്ഷം രൂപ. ഇതിൽ ഇനി ബാർഗൈനിങ് ഇല്ല. മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. വൈറ്റിന്റെ അടിയിൽ താങ്ങി വീണ്ടും ഒരു പൊളി കളറാണ്. ഇതൊരു ഗോൾഡ് ഫിനിഷിംഗ് ഇല്ല. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2016 ആണ്. 2017 Z ആണ്. Z ഓട്ടോമാറ്റിക് ആണോ? 16-17 രജിസ്ട്രേഷൻ ഉണ്ടോ? 16-17 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് കിലോമീറ്റർ V ഓപ്ഷൻ ആട്ടോ. സോറി, ഇത് V ആണ്, മാനുവൽ ആണ്. 2 ലക്ഷം ഓടിയിട്ടുണ്ട്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് 14 രൂപ. 14 രൂപ. ഇതും ട്രാക്കിന്റെ ഏകദേശം 1.5 രൂപ നമുക്ക് വണ്ടി ചെയ്യാം. ഞാൻ ഒരു ടൈപ്പ് 2 വരുന്നുണ്ട്. പേൾ വൈറ്റ് ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 വണ്ടിയാണ്. 130 ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് അല്ലേ? G4 ഓട്ടോമാറ്റിക് അതോ Z ഓട്ടോമാറ്റിക്കോ? ഇത് Z ഓട്ടോമാറ്റിക്. Z ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കല് ടൈപ്പ് 2 പേൾ വൈറ്റ് കിടിലൻ വണ്ടിയാണ്. 2017 മോഡൽ കേട്ടോ. 17 മോഡൽ ഉണ്ട് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 17 ലക്ഷം രൂപ ചോദിക്കുന്നത്. 14 ലക്ഷം രൂപ. അത് നമ്മൾ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം 1.5 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം കേട്ടോ. എഗൈൻ വീണ്ടും നമുക്കൊരു പിന്നെ പേൾ വൈറ്റ് തന്നെയാണ്. അതും ഫസ്റ്റ് ജനറേഷൻ. ആദ്യം നമ്മൾ ടൈപ്പ് 3 വന്ന അതിന്റെ ഇടയിൽ ഫുള്ള് വൈറ്റ് ആയതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വന്നതാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2018 കേട്ടോ. 2018 G4+ ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പിൽ അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന വണ്ടിയാണ്. ഓട്ടോ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിറർ ഫോൾഡിങ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഇത് എത്ര കിലോമീറ്റർ പറഞ്ഞത്? 180 ഓടിയിട്ട് നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ വണ്ടിയാണ്. നല്ല ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമ്പറാക്കി വരുമ്പോ നമുക്ക് നമ്പറാക്കിയിട്ട് 13.4 നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഫസ്റ്റ് ജനറേഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 വണ്ടിയാണ്. 2017 ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് Z ആണ്. ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ സീറ്റ്സ്, ഫുൾ സ്പേഷ്യൽ സ്റ്റാർട്ടിങ്, അങ്ങനെ ഏറ്റവും കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ല. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാം? നമ്പർ ആക്കിയിട്ട് നമുക്ക് 17 രൂപ. 17 രൂപ നമ്പർ ആക്കിയിട്ടാണ് Z ഓട്ടോമാറ്റിക് കേട്ടോ. അടുത്ത് വീണ്ടും നമുക്കൊരു പേൾ വൈറ്റ് തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 വണ്ടിയാണോ? 2018 ടൈപ്പ് 3 ആണ് വരുന്നത്. അത്യാവശ്യം 4 ഫുൾ കട്ട് ടയർസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ സൈഡ് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് ചോദ്യം? ഇത് നമ്പർ ആക്കിയിട്ട് നമുക്ക് 13.5
13.5 നമുക്ക് നമ്പർ ആക്കിയിട്ട്. അടുത്ത് വീണ്ടും നമുക്ക് സിൽവർ ആണ്. സിൽവർ നമുക്ക് വീണ്ടും 2 എണ്ണം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 മോഡലാണ്. 230 പോയിട്ടുണ്ട്. സെക്കൻഡ് RC ഓണർ ആണ് വരുന്നത്. ഓക്കെ. ഇത് നമ്പറാക്കി വരുമ്പോ ഏകദേശം നമുക്ക് 13 രൂപ നമ്പറാക്കിയിട്ട് വരും. നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ. വീണ്ടും നമുക്ക് സിൽവർ തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? അതുപോലെ തന്നെ സെയിം സംഭവമാണ്. 2017 ആണ്. രണ്ട് ഏകദേശം ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. നമ്പറാക്കി വരുമ്പോൾ ഈ ഒരു പൈസ വരുന്നുണ്ട്. 13.4 തന്നെ നമുക്ക് നമ്പറാക്കി ചെയ്യാം. വീണ്ടും നമുക്കൊരു ഗോൾഡ് ഫിനിഷിംഗ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ജെൻ ആണ് വരുന്നത്. HR ആണ് വണ്ടി വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 Z ഓട്ടോമാറ്റിക് ആട്ടോ. 2016 Z ഓട്ടോമാറ്റിക് അല്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 1.55 ഓടിയിട്ടുണ്ട്. ഓക്കെ. വണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാ വർക്കും പക്കയാണ്. നമുക്ക് ഒന്നും ചെയ്യിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്പർ ആക്കിയിട്ടാണ് തരൂല്ലേ നമുക്ക്? Z ഓട്ടോമാറ്റിക് ആണ്. നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 15.5 മണി നമ്പർ ആക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് 15 നമുക്ക് നമ്പർ ഓട്ടോമാറ്റിക് ആണ്. 17 മോഡൽ ആണ് അല്ല 16 മോഡൽ അല്ല. എഗെയിൻ വീണ്ടും നമുക്കൊരു വൈറ്റ് തന്നെയാണ്. 3rd ജെൻ ആണ് വരുന്നത്. പേൾ വൈറ്റ് ആണ്. 2017 മോഡൽ വണ്ടി അല്ല. ഇതെങ്ങനെയായിരുന്നു നമുക്ക്? ഇത് 2017 G4 ആട്ടോ വരുന്നത്. ഇത് 1.43 ഓടിയിട്ടുണ്ട്. നമ്മളിത് 13 രൂപ പറയുന്നത്. 13 രൂപ നമ്പറൊക്കെ ആക്കിയിട്ടുള്ള പ്രൈസ് അല്ല? അതെ അതെ അതെ. നമ്പറൊക്കെ ആക്കിയിട്ടാണ്. ഞാൻ NOC ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി 1.5 രൂപ കുറച്ചിട്ട് കൊടുക്കാം. അതെ അതെ അതെ. നിങ്ങൾ ഇതിക്കുവാണെങ്കിൽ നമുക്ക് നമ്പറൊക്കെ എടുത്തിട്ട് എങ്ങനെ നമുക്ക് സിൽവർ ഫിനിഷിങ്. ഇതെങ്ങനെയായിരുന്നു? 2018 G4 ആട്ടോ. 2018 G4 ആണ്. ഏകദേശം 1.80 അങ്ങനെ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. നമ്പറാക്കി വരുമ്പോ ഇപ്പൊ സിംഗിൾ ആണ്. നമ്പറാക്കി വരുമ്പോ സെക്കൻഡ് ഓണർ ആവും. നമ്പറൊക്കെ ആക്കിയിട്ട് നമുക്ക് സെക്കൻഡ് ഓണർ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല പക്ക ക്ലീൻ പീസ് വണ്ടി. ഇതൊക്കെ നമ്മൾ ആസ്ക് ചെയ്യുന്നത് എത്ര വെച്ചാല് 13.25 ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വലിയ എന്തെങ്കിലും മാക്സിമം ചെയ്യാൻ പറ്റുന്ന ചെയ്തു. ഫൈനൽ റേറ്റ് അല്ല. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കും. അത് വണ്ടി എടുക്കുന്നത് മുതലുണ്ടാവും. ഇത് ഒരു 2018 വണ്ടി V ആട്ടോ. 2018 V ആണ്. അതെ അതെ. ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 2.10 അങ്ങനെ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ സെക്കൻഡ് ഓണർ ആണ്. സർവീസ് ഹിസ്റ്ററി എല്ലാം നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് 15 രൂപ. 15 രൂപ അല്ല. ഏഷ്യൻ ട്രാക്കിന് 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം അല്ല. ഇങ്ങനെ വീണ്ടും നമുക്ക് ടൈപ്പ് 3 തന്നെ വൈറ്റിൽ വരുന്നൊരു വണ്ടിയാണ്. കേൾട്ടൺ BM നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2019 ആണ്. G4 പ്ലസ് ആണ് വരിക. 1.60 ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്പർ ആയതിനു ശേഷം സെക്കൻഡ് ഓർഡർ ആണ്. ഇത് നമുക്ക് നമ്മൾ ചോദിക്കുന്ന വില 14 എന്തെങ്കിലുമൊക്കെ താഴ്ത്തി നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. അടുത്ത് വീണ്ടും നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 G4 പ്ലസ് ആണ്. സെയിം സംഭവമാണ് വരുന്നത്. ഓക്കെ. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. സെക്കൻഡ് ഓർഡർ ആണ്. 2 lakh ഓടിയിട്ടുണ്ട്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇതൊക്കെ ആ സെയിം നമ്മൾ ചോദിക്കുന്നത് 14 ചോദിക്കുന്നുണ്ട്. അതിലൊക്കെ താഴ്ത്തിയിട്ട് കൊടുക്കാം. പാർട്ടി വരുന്നതിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത് വീണ്ടും നമുക്കൊരു 18 Z ഓട്ടോമാറ്റിക് ആട്ടോ. ഓക്കെ. 18 Z ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം 1.60 ഓടിയിട്ടുണ്ട്. ഓക്കെ. സിംഗിൾ ഓണർ ആണ് വണ്ടി വരുന്നത്. 17.45. ഇന്ത്യയിലൊക്കെ നോക്കി ഒരു പുതുപുത്തൻ വണ്ടിന്റെ അതേ ഫീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏകദേശം മാക്സിമം നമുക്ക് കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതാണ് ടയോട്ടന്റെ ഒരു കളക്ഷൻ നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. അടുത്ത തീയിൽ നമ്മൾ അത്യാവശ്യം നല്ല ചെറുവാഹനങ്ങൾ, SUV-കളൊക്കെ നല്ല ബഡ്ജറ്റ് പ്രൈസും നല്ല ഫുൾ ഓണൊക്കെ ഉള്ള വാഹനങ്ങളുണ്ട്. ഇവിടെ ലൊക്കേഷൻ വരുന്നത് വള്ളോമ്പുറത്താണ്. പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ മലപ്പുറം റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വീഡിയോ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ.